ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല. നിങ്ങൾക്കിനി ഒരു മസ്ജിദിന്റെയും ക്ലെയിം ഉന്നയിക്കാൻ ശിവലിംഗം തപ്പി പോകേണ്ടതില്ല. നിങ്ങൾ പറയുന്ന ഒരു കളക്ടർ, ഒരു ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ. ബില്ല് കൊണ്ടുവന്നറിയാമോ സുജിയ? ഞാൻ പറയാം. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് 1000 പേരെ കാണാനില്ല. എവിടെ കാണാനില്ലാത്തത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ 1000 പേരുടെ ലിസ്റ്റ് എവിടെ? കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വഖഫ് ബിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത്. ആദ്യം ആ ബില്ല് കൊണ്ടുപോവാ. ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോൾ ആ പ്രദേശങ്ങൾ എത്ര അവതരിപ്പിക്കാനുള്ള അല്ലല്ല, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാ സുജിയ. ഇനി 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. എത്ര അംഗീകരിച്ചു JPC ജഗദംബിക പാൽ? പറയൂ. 44 ഭേദഗതികൾ. ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത്? 14 ഭേദഗതികൾ. 14 ഭേദഗതികൾ കൊണ്ടുവന്നത് ആരാ സുജിയ? ഭരണപക്ഷം. പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഒരെണ്ണം അംഗീകരിച്ചു സുജിയ. ഈസ് ഇറ്റ് ഡെമോക്രാറ്റിക് വേ? ഇത് ജനാധിപത്യ രീതിയാണോ? വോട്ടിലിട്ടാണ് അതൊക്കെ തീരുമാനിക്കുക. ഇനി ഞാൻ എന്റെ വാദത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി കൂടുന്ന സമയത്ത് ഡിസംബർ 6-ാം തീയതി 1949 രാജേന്ദ്ര പ്രസാദ് ഒഴിഞ്ഞുകിടക്കുന്ന മുസ്ലിം ലീഗിന്റെ അംഗങ്ങളെ നോക്കിയിട്ട്, അവിടെ ആ കസേരകളെ നോക്കിയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആ വാക്കുകളിലുണ്ട് എന്ന്. എന്താ പറയുന്നത് അറിയാമോ? അവർ മൈനോറിറ്റിയാണ്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഒരുപക്ഷെ, പക്ഷെ അവരുടെ അസാന്നിധ്യം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമായി മാറുന്നു. എന്താണ്? അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ നിർവചിക്കുന്നത്? മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഒരു ഭൂരിപക്ഷം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണത് ജനാധിപത്യം സുന്ദരമായി തീരുന്നത് എന്നുള്ളതാണ്. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ലംഘിക്കുന്നു. ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ഈ വഖഫ് ബില്ലിന്റെ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ്, അതിന്റെ ഭേദഗതികൾ ലംഘിക്കുന്നു എന്നതാണ് എന്റെ ആദ്യത്തെ ടേക്ക്. ആദ്യത്തെ ടേക്ക് എവിടെ വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 14. എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താ സുജിയ? നേരത്തെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? എല്ലാവരും ഇയർഫോൺ വെക്കണേ. ഇത് കഴിഞ്ഞിട്ടൊരു വർത്തമാനമുണ്ട്. ഇവിടെ കമന്റ് ഇടുന്ന നായിന്റെ മക്കൾ പോകരുത്. ഷെബീനയുടെ മറുപടിയും കൂടെ കേട്ടിട്ട് പോണം. മനസ്സിലായ? തള്ളക്ക് വിളിച്ചാൽ തിരിച്ച് നിന്റെ തള്ളക്ക് മുത്തിക്കും ഷെബീനെ വിളിക്കും. ഇയർഫോൺ മസ്റ്റ് ആണ്. തെറിയാക്കേണ്ടതൊരു പൊയ്ക്കോളുക. ഇത് കഴിഞ്ഞിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളെല്ലാം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നിയമസഭകളാണ്. ആ നിയമസഭയിലെ അംഗമാണ്. നിയമസഭയിലെ ഏതംഗമാണ് തിരഞ്ഞെടുക്കുന്നത്? ഹിന്ദു അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അഹിന്ദുക്കളായിട്ടുള്ള MLA-മാർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മെമ്പറെ തീരുമാനിക്കാനുള്ള ഒരു വോട്ടിടാനുള്ള അവകാശം കൊടുക്കാത്തത്? അത് മതപരമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ അവകാശമാണ്. അത് ഹിന്ദു വിഭാഗം അവരുടെ അവകാശമായി കണക്കാക്കുന്നു. അംഗീകരിക്കുന്ന ആളാണ്. കാരണം അത് ആ വിശ്വാസികളെ സംബന്ധിച്ചൊരു അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ വൈഷ്ണോദേവി ടെമ്പിളിന്റെ ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഹിന്ദു അല്ലെങ്കിൽ പകരം മറ്റൊരാളെ തീരുമാനിക്കാമെന്ന് 1988 ആക്ട് പറയുന്നു. അതും ഞാൻ അംഗീകരിക്കുന്നതാണ്. കാര്യം അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രോപ്പർട്ടി, ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? വേണ്ടി വന്നാൽ 4 മുസ്ലിങ്ങളെ വരെ ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും ഉൾപ്പെടുത്താൻ സാധിക്കും. എങ്ങനെ? 2 നോൺ മുസ്ലിങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം. കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരാം. ഇതിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കേസുകൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഹൈക്കോടതി സുജയ, ഉത്തർപ്രദേശ്. എന്താ വഖഫ് ബോർഡിലേക്ക് ആരാ തീരുമാനിക്കുന്നത്? ആരെയാ തീരുമാനിക്കുന്നത്? വഖഫ് ബോർഡിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത് സർക്കാരാ. ആ വഖഫ് ബോർഡിലെ സർക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള സർക്കാരല്ലേ തീരുമാനിക്കുക. അപ്പോ വഖഫ് ബോർഡില് ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഇനി വേറെ തേടി പോവേണ്ടതുണ്ടോ? സോ ദാറ്റ് ഇസ് മൈ ഫൈനൽ ടേക്ക്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന തിടുക്കം, ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ഡിവിസീവായിട്ടുള്ള അജണ്ടയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പാർലമെന്റിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മറികടക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു രഥയാത്രയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഏത് അവകാശവും ന്യൂനപക്ഷാവകാശവും കവർന്നെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ. നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ചിന്തയെക്കുറിച്ച്, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ചർച്ചയിലേക്ക്.
ഇവിടെ വന്ന് തെറി വിളിച്ചവർക്ക് എന്ത് സന്ദേശമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചവർക്ക് എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കാനുള്ള ആർജവം ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകണം എന്നുള്ള സന്ദേശമാണ് ഞാൻ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് എഴുതി വെച്ചാൽ അത് കേട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി എനിക്കില്ല. ആ മറുപടി എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ കമന്റ് ഇടാൻ വരുന്നവർ മനസ്സിലായില്ലേ? നിന്റെയൊക്കെ തോന്നിവാസം തന്തയില്ലാഴികയും എഴുതി വെക്കാനുള്ള കമന്റ് ബോക്സ് അല്ല ഷെഫീന ഇടത്. ഇവിടെ വന്ന് പോക്കൃത്തരം എഴുതി വെച്ചാൽ അതിന് മറുപടി ഉണ്ടാകും. അന്വേഷിച്ച് കണ്ടെത്തിൽ വീട്ടിൽ വന്ന് പൊട്ടിക്കുകയും ചെയ്യും ഷെഫീന. മനസ്സിലായ? പിന്നെന്താ മുത്തു മാനവരിന് ആടാ കണക്കായി പോയി. അങ്ങേര് 28 കിട്ടി. നിനക്കൊക്കെ എന്ത് ഗഡ്സ് ഉണ്ടായിരുന്നു, തണ്ടലിന് നല്ല ബലം ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നിന്റെ അമ്മയും കെട്ടുമായിരുന്നു. അതിനിപ്പോ എന്ത്? നിന്റെയൊക്കെ സാമാനം പൊങ്ങാത്തതിന് സാമാനം പൊങ്ങുന്നവർ പെണ്ണ് കെട്ടുന്ന കാണുമ്പോ നിനക്കൊക്കെ എവിടെ നോന്ന്? അത് തന്നെയാണ് മേത്തന്മാരുടെ സാമാനം കാണുമ്പോ ഇളകുന്നത് നിനക്കൊക്കെ. അത് പേടിക്കേണ്ട സാധനമോ? അപ്പൊ ഒങ്ങി ആ അത്യാവശ്യം കൊച്ചുങ്ങളെ ഉണ്ടാക്കി തരും. അതുകൊണ്ടല്ലേ, ആ പേടി കൊണ്ടല്ലേ നിന്റെയൊക്കെ പെണ്ണുങ്ങൾ അടുത്ത അവൾമാര് വന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ പ്രശ്ന. കാരണം അവന്മാരെ കടിച്ചുള്ളതാ, അത്യാവശ്യം കയറ്റിയ നല്ല മൂർച്ചയുള്ള സാധനമാ. അതുകൊണ്ടാ, ആ വെപ്രാളം കൊണ്ടല്ലേടാ ഈ വെപ്രാളപ്പെടുന്നത്. അവറ്റകളെ കാണുമ്പോഴത്തേക്ക് പണമായാലും സൗന്ദര്യമായാലും ആരോഗ്യമായാലും മേത്തമാരായാലും കൂടുതലുള്ളത് കൊണ്ടാണ് നിനക്കൊക്കെ പേടി അവറ്റകളെ കാണുമ്പോൾ. അതല്ലേ ആ കുത്തിക്കഴപ്പല്ലേ? അതങ്ങ് മാറ്റി വെച്ചാൽ മതി. പിന്നെ വഖഫ് ബോർഡിന്റെ വിഷയം നാണമില്ലേടാ ജന്തുക്കളെ. നീയൊക്കെ മനുഷ്യരാണോ? അവനവന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കാം, മറ്റുള്ളവന്റെ സ്വത്തുക്കൾക്ക് ആഗ്രഹിക്കുന്നവൻ തെണ്ടികളാണ്. ആ തെണ്ടിത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇത് ഇന്ത്യയാണ്, മതേതരത്വമാണ്, മാത്രമല്ല ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ സംഘപരിവാറിന്റെ മറ്റതല്ല. ആ മൂഞ്ചി വർത്താനം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മറുപടി ഉണ്ടാവുമെന്നാ പറഞ്ഞേ. ഞാൻ ഇസ്ലാമാണോ ഇസ്ലാമിന്റെ വക്താവാണോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. ഞാനൊരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്താണെന്ന് നിന്റെയൊക്കെ മതത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്താണ് ശക്തി സ്വരൂപി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് തന്നെയാണ് ഞാൻ. മറുപടി ഉണ്ടാവും. പറഞ്ഞില്ലേ, പള്ള കുത്തി ഞാൻ കീറും, വീട്ടിൽ കയറി ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. അതാ പറഞ്ഞത്. എന്റെ ടൈം ലൈനിൽ വന്ന് തോന്നിവാസം എഴുതി വെച്ച താമ്പയ്ക്കും തള്ളയ്ക്കും മൂത്തിക്കും ഞാൻ തെറി തരും. എന്തുകൊണ്ടെന്നറിയാമോ? കാക്കയ്ക്ക് പറഞ്ഞതുകൊണ്ടാ. ആർക്ക് പറഞ്ഞതുകൊണ്ട്? നല്ല ഫസ്റ്റ് ക്ലാസ് മേത്തന് ജനിച്ചത് കൊണ്ടാ. മനസ്സിലായ? ആ പവർ മനസ്സിലായില്ലേ? ഈ പവർ തന്നെയാണ് ഓരോ പെണ്ണുങ്ങൾക്കും ഉള്ളത്. അങ്ങനെ ഉണ്ടാക്കി എടുത്തുകൊണ്ടത് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും. നിനക്കൊക്കെ ഊക്കാനും കണ്ടണക്കിട്ടുണ്ടാക്കാനും വ്യഭിചരിക്കാനും ഇനി മേത്തച്ചി പെമ്പുള്ളരെ കിട്ടില്ലെന്ന് തന്നെയാ പറഞ്ഞത്. മനസ്സിലായടാ? ഞങ്ങളുടെ സ്വത്ത് കാണുമ്പോഴും ഞങ്ങളുടെ പെണ്ണുങ്ങളെ കാണാൻ നിനക്കൊക്കെ പൊങ്ങുന്നുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കാൻ പെണ്ണുങ്ങളുടെ കൈ തന്നെ ധാരാളമാണെന്ന് പറയാനുള്ള മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇനി മനസ്സിലായല്ലോ? സംശയം തീർന്നില്ലേ? ഇനി വഖഫിന്റെ കാര്യം പറയാവോ? പറയാൻ പറ്റുമോ? ഇതിനകത്തേക്ക് കുത്തിക്കേറിയിരിക്കുന്ന നാറികൾക്ക് ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞങ്ങൾ കളഞ്ഞ വസ്തുവാണ് അത്. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന വസ്തുവാണ്. അതെടുത്തു വെച്ച് തിന്നേണ്ട ഗതികേട്. അതായത് ഞങ്ങളുടെ വിയർപ്പിന്റെ ഭാരം പൊതുജന നന്മയ്ക്കായി ഞങ്ങൾ കൊടുക്കുന്ന വസ്തുവകകൾ കട്ടും മോട്ടിച്ചും തിന്നേണ്ട ഗതികേടാണ് സംഘികൾക്കുള്ളതെന്ന തെളിവാണ് വഖഫ്. അതിൽ കൂടുതൽ വ്യക്തതയോടെ പറയാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ എച്ചിൽ ന്യൂനപക്ഷമായ തുലോം തുച്ഛമായ ഈ മതവിഭാഗത്തിലുള്ള മനുഷ്യരുടെ എച്ചിൽ തിന്നുന്ന ഗതികേടിലാണ് BJP ഉള്ളത്. അതാണ് അതിന്റെ തെളിവ്, അല്ല വേറൊന്നുമല്ല. ശരിക്കിരുന്ന് ആലോചിച്ചിട്ട് പറ. നിന്റെ തന്തയുടെ വകയാണോ? നിന്റെ അപ്പന്റെ മുത്തപ്പന്റെ വകയാണോ? ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹകരണത്തോടു കൂടി, ഞങ്ങളുടെ സപ്പോർട്ടോടു കൂടി കിട്ടിയ സ്വാതന്ത്ര്യം ഞണ്ണിക്കൊണ്ടിരിക്കുന്ന നാണം കെട്ട വർഗമേ, ജീവിച്ചിരിക്കുന്നതും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ്. അമ്പലത്തിൽ കയറാനുള്ള പെർമിഷൻ ഞങ്ങൾ വേണ്ടി വന്നു. സാർവത്രികമായി എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടാക്കി തരാൻ ഇസ്ലാമിയരുണ്ടെങ്കിൽ അത് അനുഭവിക്കാനും ഞങ്ങൾക്കറിയാം. നിന്റെ പെർമിഷൻ വേണ്ട. നീ തരുന്ന സ്വാതന്ത്ര്യമല്ല ഞങ്ങൾക്കുള്ളത്. നീ തരുന്ന ഓഫറിംഗ് അല്ല ഞങ്ങൾ കൊണ്ട് ജീവിക്കുന്നത്. അധ്വാനിച്ച വർഗമാണ്. അതുകൊണ്ടാണ് ആ സ്ട്രെങ്തനും യൂണിറ്റിയും കൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഈ മുന്നോട്ട് വന്നതിനെയും ഈ യൂണിറ്റിയെയും ഈ സൗന്ദര്യത്തിനെയും ഈ പറയുന്ന സ്വത്തിനെയും ഒക്കെ കാണുമ്പോൾ നിനക്കൊക്കെ എവിടെയെങ്കിലും ഇളകുന്നുണ്ടെങ്കിലേ മാറി ഇരുന്നങ്ങ് മോങ്ങി വെച്ചാൽ മതി. ചൊറിയും കുത്തിയിരിക്കുന്ന നിനക്കൊക്കെ ഈ അധ്വാനിച്ച് സമ്പാദിച്ച് ചേർത്ത് വെക്കുന്നത് കാണുമ്പോൾ കുത്തിക്കിളപ്പ്. ഞങ്ങൾക്കതിൽ താഴത്തെ രോമം, വടിച്ചു കളയുന്ന രോമം മാത്രമേ ഉള്ളൂ. വഖഫ് എന്ന് പറയുന്നത് അധികാരപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അല്ലെ അവകാശപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികൾ കൊടുക്കുന്നതാണ്. സക്കാത്ത്, സദക്ക, അതാണ്. അത് നീയൊക്കെ കൊണ്ടുപോയി തിന്നാൽ ഞങ്ങൾക്ക് മണ്ണാണ്. മനസ്സിലായില്ല? അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഇടപാടാണ്. ഞങ്ങൾക്കതില്ല. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടുത്ത വസ്തുവകകൾ കട്ടുമോട്ടിച്ച് നീയൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ തിന്നോ. ആർക്കെന്ത്? ഞങ്ങൾ തരുന്നു ഞങ്ങളുടെ തുപ്പൽ, എച്ചിൽ, ഞങ്ങൾ വിട്ട വളി, ഞങ്ങൾ വിട്ട തീട്ടം. അതാണ് നിങ്ങൾ തിന്നുന്നത്. ആ തീട്ടം നീ തിന്നു. ഞങ്ങളത് അന്തസ്സായിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മസ്ജിദുകൾ വേണം, ഇവിടെ ഹോസ്പിറ്റലുകൾ വേണം, സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം എന്ന ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ കൊടുത്ത സംഗതിയാണ്. ഇവിടെ അങ്ങനെ ഒരു മതേതരത്വ രീതി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് വേണ്ട. വഖഫിലേക്ക് ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ല. പിന്നെ എന്തോ മണ്ണാക്ക് എടുത്തോണ്ട് പോകും. നിങ്ങൾ എത്രത്തോളം കുത്തിക്കഴപ്പോടുകൂടി വലിച്ചെടുത്താലും അതിനേക്കാൾ ഉപരി വിത്തിൻ ഇയർ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ എത്ര കൊള്ളയടിക്കുന്നോ അതിന്റെ 10 മടങ്ങ് കൊള്ളയടിക്കുന്ന ആ 10 മടങ്ങ്
ധനം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം വിയർപ്പിന്റെ ഭാരം ഉണ്ണുന്നവരാണ് ഞങ്ങൾ. ഇരുന്ന് തിന്നുന്നതും അവിടെ പോയിരുന്ന കുത്തിത്തുള്ളൽ കാണിച്ചുകൊണ്ടും നാട്ടുകാരെ ഊമ്പിച്ചും ജീവിച്ചവരല്ല ഇസ്ലാമിയർ, അധ്വാനിച്ചവരാ. ഏതിന്റെ കൂടെയും പടവെട്ടി ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും പടവെട്ടി ജീവിക്കാൻ പ്രത്യേകിച്ച് ഇതുള്ള ആൾക്കാരാണ് ഇസ്ലാമിയർ. അവർക്കറിയാം, ജീവിച്ചോളും. ഞങ്ങളിൽ ഒരാൾക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ ചുറ്റും നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് അവരെ കരകയറ്റി വിടുന്നത് ഈഗോ ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുത്തൻ താന്ന് കിടന്ന ചവിട്ടി തെക്കുന്ന നിങ്ങളുടെ വിഭാഗമല്ല ഇതെന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ ആ തെളിവ് ഇവിടെ ഉള്ളിടത്തോളം കൂടുതൽ ഞൊണ്ണയും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട എന്നാ പറഞ്ഞത്. ഇവിടെ വന്ന് മര്യാദയ്ക്കല്ലാത്ത ഭാഷയിൽ കമന്റ് എഴുതി വെച്ചാൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും നീ എന്റെ എക്സ്പെക്ട് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഇസ്ലാമികപരമായിട്ട് എന്നെ നിർത്താത്തതും. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോപ ചെയ്യേണ്ടി വരും, എനിക്ക് മാപ്പ് അപേക്ഷിക്കേണ്ടി വരും, വേണ്ടാന്ന് വെച്ചിട്ട് മാറി നിൽക്കുന്നതാണ്. നിങ്ങളൊക്കെ പറയത്തില്ല ഒരെണ്ണം ഇങ്ങനെയാണെന്ന്, ഞാൻ ഇങ്ങനെ തന്നെ തലതിരിഞ്ഞു പോയി. അപ്പൊ എന്റെ തലതിരിഞ്ഞ വർത്തമാനം കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പോക്കൃതരം എഴുതി വെക്കരുത്. ഇത് ഓരോ പെൺകുട്ടികൾക്കും കൊടുക്കുന്ന മെസ്സേജാണ്. നിങ്ങളെ 10 പറഞ്ഞാൽ നിങ്ങൾ 20 പറയണം, അടിച്ചാൽ തിരിച്ചടിക്കണം, അതിനുള്ള ഗഡ്സ് ഉണ്ടാവും. അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ റേപ്പ് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ പിടിച്ച് പുടുക്ക് ചവിട്ടി അങ്ങ് വിട്ടുകൊടുക്കണം. മേൽക്കൊണ്ട് ഒരെണ്ണം മോങ്ങിക്കൊണ്ട് എന്റെ അടുത്ത് വന്ന അടി എന്റെ ഒന്നും കൂടെ കിട്ടും. അത്രേ ഉള്ളൂ. വഖഫിന്റെ കാര്യം ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഞാൻ അതിനകത്തൊരു എക്സ്പ്ലനേഷനും കൊടുക്കത്തില്ല. എന്തിന്? അവന്മാർക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന നമ്മളെ ഉച്ചിഷ്ടമാണ്. തിന്നോണ്ട് പോട്ടെ, നക്കി തിന്നട്ടെ, തീട്ടം തൂറി വെച്ചു അവന്മാർ വാരി തിന്നോണ്ട് പോട്ടെ, അത്രേ ഉള്ളൂ. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി നമ്മൾ കൊടുത്തതാണ്, അതോടെ കഴിഞ്ഞു. അത് ആരുപയോഗിക്കുന്ന എന്തുപയോഗിക്കുന്ന അത് ദൈവവും അവരും തമ്മിലുള്ള ഇടപാടാണ്. വഖഫ് ബോർഡിലേക്ക് കയറാൻ പറ്റൂ, വീട്ടിൽ കയറാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. അപ്പോ നമ്മൾ അതിന് വിജിലന്റ് ആവുക. ഇനി അടുത്ത നിയമവും അടുത്ത ഭേദഗതിയും കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരാതിരിക്കാൻ ഇവിടെയുള്ള ഒരു സ്ട്രെങ്തൻ ആവുക. നമുക്കിടയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് നമ്മളിലുള്ളവർ സ്ട്രെങ്ത് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറൊരു തെരുവ് നായയുടെ ആവശ്യം വീട്ടിലില്ല. വീട്ടിലെ നാഥൻ കറക്റ്റ് ആണെങ്കിൽ, വീട്ടിലുള്ളവർ കൃത്യമാണെങ്കിൽ തേർഡ് പേഴ്സൺ വന്ന് നമ്മുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ വരത്തില്ല. ഉണ്ടാകണം അത്രേ. അങ്ങനെ സഭയുണ്ടല്ലോ, ഉണ്ടോ? അവർക്കും ഉണ്ടല്ലോ ആൾക്കാർ. എന്തുകൊണ്ട് അവിടേക്ക് കുത്തിക്കയറുന്നില്ല? അവിടെ അധികാരികൾ സ്ട്രെങ്തനാണ്. നിങ്ങൾ സ്ട്രെങ്തൻ ആവുക, അവിടെയുള്ള അധികാരികൾക്ക് പവർ കൊടുക്കുക, അവരെ ഒപ്പം നിൽക്കുക, അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ കയ്യിലാണ് നമ്മളുടെ ലൈഫ് ഇരിക്കുന്നതെന്നുള്ളത് തിരിച്ചറിവുണ്ടാകണം. സൊസൈറ്റി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അമ്മയിലൂടെയാണ്. ആ അമ്മയ്ക്ക് ബോധമില്ലെങ്കിൽ ഇതുപോലെ വെന്നാറമുട്ടി നടന്നണക്ക് ചിറ്റിയിൽ അടിച്ചു കൊന്നുകളയും. അടക്കം ഒതുക്കം അച്ചടക്കം വേണ്ടത് അമ്മമാർക്കാണ്. ആ അച്ചടക്കമില്ലായ്മയാണ് മക്കളെ കൊണ്ട് ഇതുപോലെ കൊലക്കത്തി എടുപ്പിക്കുന്നത്. ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണ് ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുന്നത്. പെണ്ണുങ്ങളെ വിശ്വസിച്ച് വീടേൽപ്പിച്ചിട്ട് പോകുന്ന മിക്കവാറും പ്രവാസികൾ ചെയ്യുന്ന തെറ്റെന്തെന്നറിയാം. അവളെല്ലാം അങ്ങ് നോക്കിക്കൊള്ളുന്നില്ല. തിന്ന് തിമിർത്ത് ആടി പാടി നടക്കുന്ന അവക്ക് എല്ലാം അയച്ചു കൊടുക്കരുത്. കൊടുക്കുന്നതിലെ പകുതിയെ കൊടുക്കുള്ളൂ, കണക്കും ചോദിക്കണം. അപ്പൊ അവക്ക് ആ ബോധം ഉണ്ടാവും. ജോലിക്ക് പോകാൻ പറയണം, ജോലിക്ക് വിടുക തന്നെ വേണം. പകുതി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. മുച്ചൂടും അയച്ചു കൊടുത്ത് പെണ്ണിനെ അങ്ങ് കയറൂരി വിടുമ്പോഴത്തേക്കാണ് ഇതുപോലുള്ള കുത്തിക്കഴപ്പുകൾ തോന്നുന്നത്. മൊബൈലിൽ ഇരുന്ന് ഞോണ്ടി കളിച്ച് കണ്ടവന്മാരെടുത്തൊക്കെ ചാറ്റ് ചെയ്ത് കണ്ട കണക്ക് ജീവിക്കുന്നതിന്റെ റീസൺ അതാണ്. നമുക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കും. തിന്ന് പേത്തിട്ട് ഓരോന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല പൊട്ടീര് കൊടുക്കാനാണ് തോന്നുന്നത്. സ്ത്രീത്വം എന്താണെന്ന് അറിയാത്ത സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് അപജയമെന്നേ ഞാൻ പറയുള്ളൂ. അക്കബില്ലെന്നും പറഞ്ഞാൽ ഒരാളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയിക്കോട്ടെ, ഒരു ദോഷമില്ല, കൊണ്ടുപോയിക്കോട്ടെ. തീട്ടം തീനികളാണ് അത് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഷെഫീന 10 പറഞ്ഞാൽ ഞങ്ങൾ 10,000 പറയും. നീ ഒരു മലരുമല്ല. ഷെഫീന വെറുതെ വാചകം അടിക്കുക. എന്നാ നീ നേരിട്ടൊന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാല്ലേ. നിന്റെ തള്ളയ്ക്ക് നന്ദയ്ക്ക് മുത്തിക്ക് ഞാൻ തിരിച്ചങ്ങോട്ട് വരില്ല. മൻഹാൽ വ്ലോഗ്. ഇതാണ് നമ്മുടെ മുന്താസ് എന്ന് ഞാൻ പറഞ്ഞ കുട്ടി. മൻഹാൽ വ്ലോഗാണ്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ആ പേര് പറയാൻ മറന്നുപോയി. അവളുടെ മുന്താസ് എന്ന പേര് എനിക്കറിയുള്ളൂ, മൻഹാൽ എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളാണ്. ഞാനിവിടെ കമന്റ് പിൻ ചെയ്ത് വയ്ക്കാം. ആളാണ്. നിങ്ങൾ എല്ലാവരും അവളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവൾ ആൾസോ എന്റെ അതേ ഇതിൽ പോയിട്ട് തിരിച്ചു വന്ന കുട്ടിയാണ്. ഷഫീത്ത, ഞാൻ ലേറ്റായി. കണ്ണ ജയിലിൽ എത്തിയോ? കർമാടി ഒളിച്ചടക്കാണ്. ഗവൺമെന്റ് ഇപ്പൊ ചുമ്മാ കൊടുക്കും, സ്ഥലം നോക്കിക്കോ. BJP അത് അടിച്ചോണ്ട് പോകും, ഒരു സംശയവും വേണ്ട. അത് നിങ്ങൾക്കറിയും. ഇല്ല, ഇത് കിട്ടത്തില്ല. ഇവർക്ക് കിട്ടുമെന്ന് എവർക്കൊന്നും കൊടുക്കൂല. നിങ്ങൾ എന്താ വിചാരിക്കണേ? ഇനി സഭയ്ക്കെതിരെ അടുത്ത പരിപാടിയുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കണേ ഇവർക്ക് കൊടുക്കുമെന്നാ? ഈ പഴുത്തല വീഴുമ്പോ പച്ചില കിടിക്കുന്ന അവസ്ഥയാണ് സഭക്കാർക്ക്. ഇപ്പൊ അവർ കിണിക്കും, ഇത് കഴിയുമ്പോ നോക്കിക്കോ. അതിനേക്കാൾ ഗതികെട്ട വേറൊരു വിഭാഗമുണ്ട്, ഹിന്ദു മത ഇതില് ഈ OBC കാറ്റഗറി ഒട്ടിഞ്ഞോട്ടുള്ളതേ. അവർക്ക് ഇത് കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ അണ്ണാക്കി കിട്ടും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ പറയണത്. സനാതന മർമ്മം കൊണ്ട് അവരിറങ്ങും. നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോഴറിയാം. ഈ ആദിവാസികളുടെ ക്ഷേത്രമാണ് ശബരിമല. ആദിവാസികളാണ് അവിടെ ഉള്ളത്. ആദിവാസികളുടെ ക്ഷേത്രമാണ് അത്. ഇവർ അഫിഡവിറ്റിൽ ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ഗവൺമെന്റ് എഴുതി കൊടുത്ത സാധനമാണ് ആദിവാസി ക്ഷേത്രമാണ്. എന്നിട്ട് അവിടെ ആദിവാസികളാണ് ഉള്ളത്. പൂജയ്ക്ക് വല്ല കണ്ടറും മണ്ടറും കയറിയിരിക്കുന്നു. കണ്ടറും മൊണ്ടറും കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഇപ്പൊ അവർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞാലും അവർക്ക് തിരിയത്തില്ല. കാലപ്പോക്കിൽ അവർക്കത് മനസ്സിലാവും. ഇന്നില്ലാത്ത വിഭാഗീയത, ഇന്നില്ലാത്ത വേർതിരിവൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഇല്ലാന്ന് പറയരുത്. നിങ്ങൾ മാട്രിമോണിയിൽ കോളം എടുത്തു നോക്ക്. നായർ കുട്ടി നായർ സംബന്ധം മതി, ഈഴവ കുട്ടി ഈഴവ സംബന്ധം മതി, പെലയ കുട്ടി പെലയ സംബന്ധം മതി.
അവിടെ ഉണ്ടോന്നോ നിങ്ങൾ നോക്ക്. എവിടെയാണ് വേറെ എവിടെയാണുള്ളത്? വേറെ ഏതിനകത്താണ് ഈ വിഭാഗീയതുള്ളത്? അത് കുറച്ചുകൂടെ ചൂട് പിടിക്കും. ഒരു 100 വർഷം മുമ്പിലേക്ക് നമ്മൾ പിന്നോട്ട് സഞ്ചരിക്കും. ഇത് സഭക്കാരും മുമ്പ് ചെയ്തിരുന്നു. അവർക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. 200 വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രജ്ഞന്മാരെ കൊന്നതിന് മാർപ്പാപ്പ വന്ന് സോറി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ലാഭം? 2 തലമുറയ്ക്ക് അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ 2 തലമുറയ്ക്ക് മുമ്പേ കുറച്ചുകൂടെ ശാസ്ത്രം മികച്ച രീതി മുന്നോട്ട് പോയിട്ടുണ്ടാവുമായിരുന്നു. ഇതേ സെയിം സംഗതിയാണ് ഇവറ്റുകളും ചെയ്യുന്നത്. അതിൽ നിന്ന് മോഡിഫൈ ചെയ്താണ് ഈദ് വന്നത്. ഇതിനകത്ത് ഒരു കുഴപ്പവും ഇല്ലെങ്കിലും ഇല്ലാത്ത കുഴപ്പം ഉണ്ടാക്കിയെടുത്ത് ഇസ്ലാം ഒരു കുഴപ്പം പിടിച്ച മതമാണെന്ന് പറഞ്ഞുണ്ടാക്കി അതിലെ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവന്മാർക്ക് വ്യഭിചരിക്കണം. അതിന് പെൺപിള്ളരും പോയി നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിൽ പറയുക. അതാണ് നല്ലത്. പിന്നെ ഇവിടെയും കൃഷ്ണന് 16,018 വയസ്സിന് ടോട്ടൽ എന്നാ ഗൂഗിൾ പറഞ്ഞത്. എന്നിട്ട് നബിയുടെ ഭാര്യയുടെ കണക്കെടുക്കാൻ നടക്കുന്ന മലയാരന്മാരെ ഓടിച്ച് അതാണ് മലയാരന്മാരെ ഓടിച്ച് അവരെ പാട്ടിനങ്ങ് വിട്ട്. എന്നിട്ട് ഇപ്പോഴും അവർ തെളിവതല്ലേ? അത് അതുപോലെ ഒരു സംഗതിയാണ് വഖഫ്. അത്രയേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഇപ്പൊ അതിനെ പറ്റിയോ അതിന്റെ ഉച്ച നീചത്വങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനകത്ത് ആള് കയറിയതിനെ കുറിച്ചോ ഇറങ്ങിയതിനെ കുറിച്ചോ ഒക്കെ ഓർത്ത് നിങ്ങൾ വറീഡ് ആകാതിരിക്കുന്ന. എപ്പോഴും ബി പോസിറ്റീവ്, നെഗറ്റിവിറ്റിയിലേക്കേ പോകാതിരിക്കുക. അവരെന്ത് വേണോ പാസ്സാക്കി കൊണ്ടുവരട്ടെ. എവറിത്തിങ് എന്ത് വേണോ ഒരു പാസ്സാക്കി കൊണ്ടുവരട്ടെ. ഒരു പ്രശ്നമില്ല. സമരത്തിന് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും പേടിയാണ്. കാരണം പിടിച്ചകത്താക്കി കളയും. അത്രയേ ഉള്ളൂ. അതിനപ്പുറം അവർക്കൊന്നും ഒരു ലൈഫ് പോലും ഉണ്ടാകത്തില്ല. നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കറിയാലോ, വംശഹത്യ എന്ന രീതി 2000-ഓളം വരുന്ന മനുഷ്യജന്മങ്ങളെ കൊന്നും വെട്ടിയും ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ വൃത്തികെട്ട കൂട്ടരാണ് നാട് ഭരിക്കുന്നത്. മറന്നു പോകണ്ട. ഇപ്പൊ തന്നെ ഇവിടെ ഒരു പ്രശ്നത്തിൽ ഒരാൾ വന്ന് സംസാരിച്ച് നിങ്ങൾ കേട്ടില്ലായിരുന്നു? എന്ത് ഭീകരമാണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാണ്. രാജ്യദ്രോഹിയായ ഒരുത്തന്റെ പേരിടണം പോലും അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ലേ? കേരളം അവരുടെ കണ്ണിലെ കരടാണ്. അപ്പോൾ ഇവിടെ മാത്രമേ ആ പ്രതീക്ഷയുള്ളൂ. ഉള്ള പ്രതീക്ഷ ഉള്ളിടത്ത് നിങ്ങളുടെ ബലം കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്സിലേക്ക് ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും വേണം. അതല്ലാതെ മിണ്ടാതിരുന്ന നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാലം പറയും. അത്രേ ഉള്ളൂ. ജസ്നയല്ല കണ്ണ ഇതാ വന്നിട്ടേ അതുള്ളത്. ജസ്നയെ അറസ്റ്റ് ചെയ്തു. എപ്പാ ചുമ്മാ പുളൂസ് അടിക്കല്ലേ. അവളെ അറസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. അവളെങ്ങനെ അറസ്റ്റ് ചെയ്യും? എവിടുന്ന് കിട്ടി? കഫൂറിന്റെ വീട്ടിൽ നിന്നായിരിക്കും അല്ലേ? മണിപ്പൂരിൽ നടക്കുന്ന ഇവറ്റുകൾ കാണുന്നില്ലേ? എന്നിട്ടും എങ്ങനെ ഇവർ മോദി സർക്കാരെ വിശ്വസിക്കുന്നു? കാസർക്കാർക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിയരോട് ഭയങ്കര ദേഷ്യമാണ്. അത് അങ്ങനെ ഇല്ലാത്ത ക്രൈസ്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് അവർക്ക് മനസ്സിലാവത്തില്ല. ഓൺസ് അവർക്ക് പണി കിട്ടി കഴിയുമ്പോഴേ അവർക്ക് പിടി കിട്ടുള്ളൂ. കാസർക്കാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പൊന്നു സഹോദരി, താങ്കൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ നേർക്ക് ആക്രമിക്കുന്നവരോട് മറുപടി വരാനുള്ളത്. കൂടുതൽ ശക്തിയാക്കി അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും പറയാനുള്ളതേ ഉള്ളൂ. ഞാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും പറയാം. അതിന്റെ ശക്തിയുടെ കാര്യം ബുദ്ധിയുടെ കാര്യം ഒന്നുമില്ല. ചർച്ച ബിൽ നെക്സ്റ്റ് കറക്റ്റ്. അടുത്ത ചർച്ച ബില്ല് വരുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പിടികിട്ടത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാനിത് ഈ ഒരു വിഷയവും ഈ ആരിഫ് ലിയാഖത്ത് അലിക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ട് 3 വർഷം മുമ്പേ ഞാൻ പറയാൻ തുടങ്ങിയതാണ്. ഒരാളും ചെവി കൊണ്ടില്ല. അത് ഇത്രയും മൂർച്ഛിച്ച് അഴിച്ചിട്ട് മൂടാനും തുന്നിക്കെട്ടി വെക്കാനും വയ്യാത്തൊരു അവസ്ഥ വരെ എത്തുന്നത് വരെ നിങ്ങളാണ് വെയിറ്റ് ചെയ്തത്. ഇപ്പോഴും സമയം വൈകിട്ടില്ലെന്നതേ ഉള്ളൂ. ഇവന്മാർക്ക് കൃത്യമായി പിടിച്ച് ഇവന്മാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല വെച്ചാല് ഈ കമ്മ്യൂണിറ്റി ഒന്നടങ്ങത് അനുഭവിക്കേണ്ടി വരും. എന്തെല്ലാം കുത്തിത്തിരിപ്പ് അവന്മാരുണ്ടാക്കുന്നു? എന്തെങ്കിലും കുത്തിത്തിരിപ്പിൽ കിട്ടുന്നുണ്ടോ? നടക്കുന്നില്ല. മോദി ഇല്ലെങ്കിൽ നീയൊക്കെ അടുക്കളയിൽ പോകും. പിന്നെ മോദി വന്നിട്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പം വെളിയിലോട്ട് വരാനുള്ള പെർമിഷൻ തന്നത്. മോദി വന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കിടക്കണം. അല്ലെങ്കിൽ അവൻ കണ്ടെടുത്തിട്ട് ബലാത്സംഗം ചെയ്യത്തില്ലേ? പോടാഴിച്ച് നാറി. ഈ മുസ്ലിങ്ങളെ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ടുന്ന മാങ്ങിയ ആദ്യം ഓന്റെ പെണ്ടാട്ടിക്ക് ചെലവിന് കൊടുക്കാൻ പറ. ഇങ്ങനെ പെണ്ടാട്ടിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടാ? കെട്ടി അങ്ങ് കൂട്ടിയിട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോയേക്കാണ്. പെണ്ടാട്ടിക്ക് ചെലവിന് കൊടുക്കാൻ പറ ആദ്യം. മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേ ഉള്ളൂ. ഡയപ്പറും കാമിത്തിട്ടവും കിണ്ണായുടെ വീട്ടിലുണ്ടായിരുന്നു. ആണോ? എന്റെ അനിയന്റെ മോൻ ആരിഫിന്റെ വീഡിയോ കണ്ടാണ് മതം വിട്ടത്. കുട്ടികൾ വിളിച്ച് സംസാരിച്ചാൽ മാത്രം മതി, അത് ശരിയായിക്കോളും. ഇസ്ലാമിനെ വിമർശിക്കുന്ന തെമ്മാടികൾ മുസ്ലിം പേരുകൾ മാറ്റുന്നില്ല. അതാണ് കഷ്ടം. അത് നമ്മൾ എഫർട്ട് എടുത്ത് തന്നെ മാറ്റണം. അത് നമ്മൾ പറയണം. മഹല്ലുകളിൽ സംസാരിക്കണം. അവർക്ക് മതം വിട്ടാൽ അങ്ങനെ പോകാനുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ പേരിന്റെ മുൻപേ എക്സ് മുസ്ലിം എന്ന് എഴുതാൻ പറയണം. ഇപ്പം എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ എന്ന് തന്നെ എഴുതാൻ പറയണം. എക്സ് ആരിഫ് ഹുസൈൻ എന്ന് എഴുതാൻ പറയണം. അല്ലാതെ അവൻ ചെയ്യുന്ന ക്രൈമിന് നമ്മൾ ഉത്തരവാദികളല്ല. പിന്നെ ചത്ത് കഴിയുമ്പോൾ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പള്ളിക്കാട്ടി സ്ഥലം കൊടുക്കരുത്. നമ്മളെല്ലാരും കൂടെ വരി കെട്ടിയിട്ടുണ്ടാക്കുന്ന സ്ഥലമാണത്. അതിനകത്ത് എനിക്ക് പെർമിഷൻ കൊടുക്കാൻ ഒക്കത്തില്ല. ഇവൻ ചത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോയി അവിടെ എങ്ങനെ കൊണ്ടിട്ട് കത്തിക്കാൻ പറയണം, പെട്രോൾ ഒഴിച്ച്. അല്ലാണ്ട് നമ്മുടെ പള്ളിക്കാട്ടി കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കരുത്. അയാളെ കൊണ്ടുവന്ന് അവിടെ വെച്ചില്ലേ, അതൊക്കെ എടുത്ത് ദൂരെ കളയാൻ പറയണം.
സമ്മതിച്ചു കൊടുക്കരുത്. ബന്ധുക്കൾക്ക് എന്തിന്റെ സൗക്കേടാണ്? കളഞ്ഞിട്ട് പോയവന്മാര് അങ്ങനെ പോട്ട് പിന്നെ കൊണ്ടുവന്നവരെ കുഴിച്ചിരുന്നെങ്കിൽ ബന്ധുക്കളെയും പറഞ്ഞങ്ങ് വിടണം. അതാ വേണ്ടത്. ആരിഫ് ഹുസൈൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആരിഫ് ഹുസൈൻ ഒന്നും ചെയ്തിട്ടില്ല. ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല. ജനിച്ചപ്പം തൊട്ട് ഉമ്മയുടെയും വാപ്പായുടെ ഔദാര്യത്തിൽ ജീവിച്ചു. കല്യാണം കഴിച്ചാൽ നന്നാവുന്ന പറഞ്ഞൊരു പാവപ്പെട്ട പെണ്ണെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. ആ പെണ്ണിന്റെ സ്വത്തും സ്വർണവും എല്ലാം വിറ്റ് നക്കി നിന്ന് അവർക്ക് ഒരു കൊച്ചിനെയും കൊടുത്ത് അവളെ ഇറക്കി അങ്ങ് വിട്ടു. അവസാനം ഉമ്മായും വാപ്പായും കൂടെ ഉള്ള പെൻഷൻ എല്ലാം കൂടെ പൈസയും വിറ്റും ചുറ്റും ഒക്കെ ആ പെണ്ണിനെ കോമ്പൻസേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത് വേറൊരു പെണ്ണിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി കെട്ടി. അതിൽ 2 കൊച്ചുങ്ങൾ. അവളെയും സ്വത്തും സ്വർണവും എല്ലാം കൂടെ വാരി പറക്കി വിറ്റും തിന്ന് നക്കി നടന്നവനെ ആ പെണ്ണ് പിടിച്ച് പുറത്താക്കി. ഇത് ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഉടനെ മതത്തിനെതിരെ കൊണ പറഞ്ഞുകൊണ്ട് മതം കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട്, അല്ലാതെ അവന്റെ കൊതം കുഴപ്പമാണെന്ന് അവൻ പറയത്തില്ല. മതമാണ് അവനിക്ക് കുഴപ്പമെന്ന്. അങ്ങനെ അവൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് തിന്നുന്ന കാഫർ.